വാ. ഓ മൈ ഗോഡ്, കേന്ദ്രമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അടിച്ചിട്ട് 2 കാക്കളി ചത്തുന്നു. കാക്കയൊക്കെ ചത്തോളും. എന്തിനാ സഖാവേ വേണ്ടാത്ത പണിക്ക് പോകും? അതോ കൈവച്ചതോ? ബൂർഷാപത്രത്തെ ചായക്കാശുണ്ടാ? നോക്കട്ടെ. സാമ്പത്തിക മാന്യമോ സഖാവേ? 10 രൂപ ഒരു ചായ. സാറേ സാറേ സഖാവ് ഇങ്ങോട്ട് മാറിക്കാ, ഞാൻ വിളിക്കാം. സാറേ സാറേ ഞാൻ സഖാവ് ഉണ്ണിക്കുട്ടൻ. ഇത് സഖാവ് ഭീമൻ, ഞങ്ങളുടെ നേതാവാ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് വരിക. തനിക്കിപ്പോ എന്താ വേണ്ടേ? അല്ല, ഞങ്ങളുടെ കൈനരിക്കുള്ള ബസ് എവിടാ പിടിക്കുന്നത്? കൈനരിക്കുള്ള ബസ് അവിടെ പിടിക്കും. അവിടെ എന്ന് പറയുമ്പോ വരുമ്പോ പിടിക്കുന്നല്ലേ പറഞ്ഞ? ഞങ്ങള് പോവാ. സഖാവ് എനിക്ക് ഏതാണ്ട് ഏനക്കേട് പോലെ. എന്നാ ചായ കുടിക്ക്. എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ, അല്ലെ നിൽക്കുമ്പോ കുടിച്ചോളും. ഇങ്ങോട്ടാണ് ലോക്കൽ കമ്മിറ്റിക്കാരനോ? പുറകെ നടന്ന് ശീലിച്ചാ മതി, മനസ്സിലായോ? അതാ നല്ലത്. കക്കൂസി പോകുന്നൊരു ഈ പരീക്ഷണം വേണം. സഖാവ് ഒന്ന് വേഗം നടക്ക് സഖാവ്. പറ്റൂല. ബാക്കിലെടുത്തേ. വേഗം പോയിട്ട് വരണം, മനസ്സിലായോ? സമയം എടുത്തല്ലോ. എത്ര നേരം എന്തായിരുന്നു പരിപാടി അതിന്റെ അകത്ത്? സഖാവ് ഒത്തിരി നാള് കൂടിയിരുന്ന് വയറിറച്ചൊന്ന് ആപ്പിയിട്ടു. ഭരണം കയ്യിലുണ്ടെന്ന് പറഞ്ഞത് തോന്നിവാസം കാട്ടിപ്പോരുത്. തന്നെ പോലത്തെ ആൾക്കാരാണ് ഈ നാട് നാറ്റിക്കണത്. സഖാവ് ഇനിയും എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണം. ആലപ്പുഴ നാറ്റിച്ചേ പോരായിരിക്കും, നീ തിരുവനന്തപുരം നാറ്റിക്കാൻ വേണ്ടി. കള്ളക്കളവൻ. കഴിക്കാം, വാ പോയി കിടന്നുറങ്ങാം. മൂടങ്ങ് കളഞ്ഞു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൈനഗിരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൈനഗിരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. കൈനഗിരി ബസ് എണീറ്റ് വാടോട് ചാടി ചാടി വേഗം വാ ഇങ്ങോട്ട് വാ. എവിടെ നോക്കിയാടോ നടക്കണത്? കണ്ണൂടെ വടക്ക് നോക്കി വന്നാണ് ചേട്ടാ. എന്നിട്ട് വടക്ക് കിട്ടിയാ? ഇല്ല, ഫോൺ പൊട്ടിക്കിട്ടി. താങ്ക്സ് ഒന്നും പറയണ്ട. ആ കണ്ണ വടക്ക് വിട്ടോ. ഇതല്ലേ സഖാവേ വടക്കൻ? ആ ചെറുക്കൻ കൈനഗിരിയിലുള്ളതാണ്. ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ തന്റെ കാശുണ്ടാ? ബുദ്ധി ബുദ്ധി വാങ്ങട്. ാണല്ലോ. സോറി സാർ, ലേറ്റ് ആയി പോയി. അതെ, ഗൗതമി സാറിനൊരു ഗുണമുണ്ട് കേട്ടോ. എന്താ? പതിവ് തെറ്റിക്കത്തില്ലല്ലോ. പെട്ടെന്നല്ലേ ഇന്നലെ ഡ്യൂട്ടിക്ക് വരായിരുന്നു ചേട്ടൻ, ലീവ് കഴിഞ്ഞ് പോയില്ലേ? ഗൗതമി സാറേ, ഒരു ട്രെയിനി ഉണ്ട്, PSC, അയാളെ കൂടെ കയറ്റിക്കോ. പിന്നെന്താ അടുത്ത കുരിശ്. പിന്നെ പുതിയ ആളാ, വിഷമിപ്പിക്കരുത്. ശരി. ചേട്ടൻ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? അവിടെ സീറ്റൊക്കെ ഒഴിവുണ്ടല്ലോ, മാറിയിരിക്കേ. ഈ സീറ്റിന്റെ പകുതി യാത്രക്കാർക്കുള്ളതാ. അത് വേണ്ട, ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്ന സീറ്റ് ഒഴിവുണ്ടല്ലോ. ചേട്ടൻ വെളിയൊന്ന് ഒഴിവാക്കൂ. എന്നാ സഖാവ് അങ്ങോട്ട് മാറിയിരുന്നേ. അല്ല, അത് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് സഖാവ് അറിഞ്ഞില്ലായിരിക്കും. വനിതാ കണ്ടക്ടറുടെ പാതയിൽ പുരുഷന്മാരിരിക്കാൻ പാടില്ല. അത്തരം ഉത്തരവുകളൊന്നും ഞങ്ങളുടെ സഖാവിന് ബാധകമില്ല. സഖാവ് തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടാ വരുന്നത്. മണ്ണിച്ചേട്ടൻ ഇരുന്നോളൂ. ആയിക്കോട്ടെ. അവിടെ ഇരിക്കട്ടെ കേട്ടോ, സ്ത്രീകളുടെ സീറ്റാ. സഖാവ് ഇവിടെ വന്നിരിക്കും. സഖാവ് ഒന്ന് കാലൊന്ന് മാറ്റി. ചെലപ്പോ സാറേ വണ്ടി എടുത്തോ. ഗൗതമി സാറേ, നമ്മുടെ PSC വന്നില്ല. സാറേ
ഗുഡ് മോർണിംഗ്. ഞാൻ ഈ അറ്റൻഡൻസ് ബുക്ക് ഫസ്റ്റ് ഡേ തന്നെ ബസ് കിട്ടിയപ്പോ ഒന്ന് ലേറ്റായി പോയി. നമുക്ക് വൈകിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. ഓക്കെ, ഞാനിപ്പോ പോയിട്ട് വരാം. സാറേ എന്നെ KSRTC മുഖച്ഛായ ഒന്ന് മിനുക്കാന്ന് വെച്ച ഇവന്മാര് സമ്മതിക്കത്തില്ലെങ്കിൽ ഇനി ഞാനൊന്ന് സ്ട്രിക്റ്റ് ആയേ പറ്റൂ. ഇപ്പൊ തന്നെ 5-6 മിനിറ്റ് ലേറ്റ് ആണ് അല്ലേ? ആ അവർക്ക് എന്തു ആകാമല്ലോ സഖാവേ. കാട്ടിലെ തടി ദേവരടാന. സാർ അയാളൊന്നും നോക്കണ്ട, അതൊന്നും കുഴപ്പമില്ല. അയാൾ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ. പോവാം. സാറേ ഈ കൈനഗിരിക്കുള്ള ബസ് എവിടെ? ഓ അവിടെ ബസ് എടുത്തല്ലോ, പെട്ടെന്ന് അല്ലേ. ശരി എന്നാ. കൈനഗിരി ആളെ കാണാനുണ്ട്. ഏയ് 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 വണ്ടി നിർത്ത്. ഏയ് ആളെ കാണാനുണ്ട്. ഡ്രൈവറെ വണ്ടി നിർത്ത്. ഏയ് വണ്ടി നിർത്ത്. വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കൗര ഗൗതമല്ലേ? തന്റെ മടിയിലിരുത്തി എന്റെ പേരിട്ടത്. സാറേ ഞാൻ പുതിയ ട്രെയിനി ആയിരുന്നു. PSC കഴിഞ്ഞേ. ആണോ? യാ. സന്തോഷം. എന്താ ഗൗതമി സാർ അവിടെ ഒരു ബഹളം? അതെ, വലിയൊരു PSC കാരൻ ചാർജ് എടുത്തയാ. സമയമാണല്ലോ. നമസ്കാരം. എന്റെ പൊന്നു PSC കാരാ, ഈ റോഡ് വക്കിൽ വെയിലും കൊണ്ട് ബസ് കാത്ത് നിൽക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാ. അവരുടെ സമയത്തെ കൂടെ ഒന്ന് മാനിക്കും കേട്ടാ. വെറുതെ KSRTC പറഞ്ഞു. ചെലപ്പോ സാർ വണ്ടി എടുക്ക്. എടി ആ പുതിയ ബസ് കണ്ടക്ടർ കൊള്ളാലോ. അതെ, നാളെ മുതൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറിയാൽ മതി. ഓക്കെ. എങ്ങോട്ടാ ഏട്ടന്മാരെ? സഖാവേ എങ്ങോട്ടാ? എങ്ങോട്ടാ എടുക്കണ്ടേ? എനിക്ക് ടിക്കറ്റ് എന്തിനാ? പാസ്സല്ലേ? പാസോ? രാവിലെ തന്നെ ഓസം ഇറങ്ങിയേക്ക. ഗൗതമി ടിക്കറ്റ് എടുക്ക് സഖാവേ. സഖാവ് പേപ്പർ ഒന്ന് വായിക്കാറുണ്ട്. സകല ഓസും നിർത്തലാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. താൻ ടിക്കറ്റ് എടുത്താ? ആ എടുക്കണം. ഇല്ലല്ലേ? ചേട്ടൻ എങ്ങോട്ടാ? നെടുമുടി പാലത്തിന് താൻ വിമതനാണല്ലേ? ആണെങ്കിൽ തനിക്കെന്ത്? വിമതൻ ശത്രുവാ സഖാവേ. കൊച്ചെന്നെ കൊണ്ട് പോ. ഇനി ആരെങ്കിലും എടുക്കാനുണ്ടോ ടിക്കറ്റ്? ടിക്കറ്റ് പള്ളത്തുരുത്തി. പള്ളത്തുരുത്തി ഹാൾ. അതെ. എങ്ങോട്ടാ പോണ്ടേ? 2 പൂപ്പള്ളി. 40. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു വെള്ളം. പാലത്തിനപ്പുറമാണോ? ആ അതെ. ചേട്ടാ ഈ ആ സ്ഥലത്തിന്റെ പേരെന്നാ? പൂപ്പള്ളി. ആ പൂപ്പള്ളി. പൂപ്പള്ളി എവിടെയല്ലോ? ഡോ താനെന്താ ടൂറിന് പോവാ? ഇങ്ങോട്ട് വന്നേ. കൊച്ചൊരു ബഹുമാനക്കുറവുണ്ടല്ലോ. ശരിയാക്കി തരാം. തോനെന്തോട് ചെക്കിംഗ് ഇൻസ്പെക്ടറോ? അല്ല PSC കണ്ടക്ടർ. ചെക്കിംഗ് ഇൻസ്പെക്ടർക്കും പിന്നെ അങ്ങനല്ലേ? താനിത് പിടിച്ചേ. ഇത് പിടിക്കണം. അല്ല
ഇതിന്റെ പ്രവർത്തനം എങ്ങനെ? കൂടെ കൂടെ താൻ PSC ആണെന്ന് പറയുന്നുണ്ടല്ലോ. തന്റെ കഴിവും തെളിയിച്ചേ. അല്ല, എനിക്ക് ഈ കുത്ത അറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാ. പിന്നെ ഈ കുട്ടനാടൊക്കെ കണ്ടപ്പോ എല്ലാം അടിപൊളിയാണ്. എടാ ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഓ, ഇവിടെ. ഞാൻ ഹാഫ് ടിക്കറ്റ് പഠിക്കണ്ടേ? അല്ല പറഞ്ഞു കണ്ടിന്യൂ. അയ്യോ അവള് വന്നെന്ന് തോന്നുന്നു. എടി TV ഓഫ് ചെയ്തേ. വല്ലയിടത്ത് പഠിക്കാൻ നോക്ക്. ഓ ഇവനായിരുന്നോ? ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ നഷ്ടപ്പെട്ട അംഗീകാരം ഉടനെ പുനഃസ്ഥാപിക്കും. എടി വച്ചേ അങ്ങോട്ട് മാറിക്കൊടുത്തേ. നീ അങ്ങോട്ട് ഇരിക്കണം. ഇപ്പൊ തീരൂ. അവള് വന്നു പഠിക്കാൻ നോക്കേ. അമ്മ എന്താ ഇതൊക്കെ ആയിട്ട്? അത് ഞാനിങ്ങനെ വേഗം വന്നപ്പോഴേ ഉച്ചക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? അതൊന്നൊരു പുതിയ പുരുഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു PSC നിയമനം ഒന്നും അറിയത്തില്ല അവന്. കൊള്ളാലോ. ഇങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പൊ ജോലിക്ക് എടുക്കുന്നത്. നീ വാ വല്ലതും കഴിക്കാൻ നോക്ക്. വരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ശങ്കു, പിള്ളേര് പഠിക്കുമ്പോഴാണോ നിന്റെ TV ആണുള്ളത്? അല്ല, ഞാൻ ഈ ചുമലോട്ടൻ ഓഫ് ചെയ്യാൻ നോക്കിട്ട് മഞ്ഞവട്ടം ഞെക്കിട്ട് നീ ഒക്കെ എന്തോ അടിയിരുന്ന് പഠിക്കുന്ന TVയുടെ മുന്നില് കയറിപ്പിടിയാത്ത പരീക്ഷ വഴിയായിട്ട് TV വെച്ചാലുണ്ടല്ലോ. പിള്ളേരിരുന്ന് പഠിക്കാ ശങ്കു, നീ പോയിക്കേ. ഇനിയിപ്പം സീരിയൽ കാണാത്ത വലിയ ഭാഗമാണോ? ലോകത്താരും സീരിയൽ കാണാത്ത പോലെ. എന്താ എന്നത്ര ദേഷ്യം? ചില്ലറ തരാതെ ബസ്സിൽ കയറിയവന്മാരുടെ ദേഷ്യം ശങ്കുനോട് തീർത്താണോ? ഒരുപാട് കോമഡി അടിക്കല്ലേ. ഇന്നോ പഠിച്ചോ. ശങ്കു പോയോ? അവനോട് അത്ര ദേഷ്യം വേണ്ടായിരുന്നു. എന്നോ ചിത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുണ്ടോ? 2 പെൺകുട്ടികളുള്ള വീടല്ലേ? അപ്പോഴേക്കും പടങ്ങിയോ? നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിന്റെ സ്പെഷ്യലില്ലേ, കാന്താരിയും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി അതുണ്ടാക്ക്. നമുക്ക് ഒരുമിച്ച് കഞ്ഞി കുടിക്കാം. ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. ഒരുപാടങ്ങ് സ്പെഷ്യൽ കഴിക്കണ്ട. ഇനി ചമ്മന്തി ഇല്ലാത്തതിന്റെ പേരിൽ കഴിക്കാവുന്ന ഇരിക്കണ്ട, ഉണ്ടാക്കിയേക്കാം. പൊറോട്ടയും ബീഫ് ഒരുപാട് എനിക്കൊരു വാഴക്കപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി കോട്ടയത്ത് പോയ പെണ്ണിന്റെ കാര്യം? സഖാവ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവരെന്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തു. പലചരക്കട ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? സഖാവേ, ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം നടന്ന ആളല്ല. അപ്പൊ തന്റെ കല്യാണം അത് പിഴച്ചു പോയി. അതിവിടെ സഖാവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ദേ എന്നോട് പറ. ഇതുവരെ കണ്ട പെണ്ണിനെല്ലാം സൂപ്പറല്ലേ, എന്നിട്ട് സഖാവിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചേരും വെടി ചേർക്കും. രസാഖോട് ഗുണപ്പട്ടിക്ക് പറഞ്ഞേ. ഇതാ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് വാ. മനസ്സിൽ വല്ലതും ഉണ്ടേ? മനസ്സില് ഇത് കുറെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ എന്റെ മൂളും ഉണ്ടല്ലോ. അതിലേതാ സഖാവേ? വേഗം ചെല്ലു, അസംബ്ലി തുടങ്ങാറായി. വടയുടെ കാശ് പറ്റിലിരിക്കും. അയ്യോ, എനിക്ക് ഇവിടെ എനിക്ക് എങ്ങും പറ്റില്ല. നമുക്ക് ശ്രീധത്തിന്റെ കാശിന്ന് പിടിക്കാം. ഗൗതമി, ഗൗതമി, ഡോണ്ട് ഗോ. ഗൗതമി, ഞാൻ ആ വഴിക്കായിരുന്നു. ഒരു ലിഫ്റ്റ് കിട്ടിയിരുന്ന ഉപകാരമായിരുന്നു. ആർക്കുപകാരം? എനിക്ക് ഉപകാരമായിരുന്നു. സഖാവേ, ഓസാനത് KSRTC അല്ലേ കേട്ടോ. ഗൗതമി, ഞാൻ സംയമനം പാലിച്ച് ബാക്കിലിരുന്നോളാം. നോ ടച്ചിങ്സ്. ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ. സഖാവ് ഒരു പെണ്ണ് കിട്ട്. നോണം കെട്ട സർക്കാരും ഓസാൻ കുറെ രാഷ്ട്രീയക്കാരും. ലിഫ്റ്റ് വെച്ചിട്ട് സർക്കാർ എന്ത് കഴിച്ചു? രാജിവെക്കാൻ പറയായിരുന്നു. നന്നായി. ഇതാണ് എന്റെ ഇന്ത്യ. ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ. നീ ഇത് കാരണമാണോ പെണ്ണ് കിട്ടാത്തത്? അത് സഖാവ് നല്ല രീതിയിൽ നോക്കാഞ്ഞിട്ടാ. ഇതെപ്പറ്റി ലോട്ടറി കച്ചവടം അങ്ങനെ സുഖമായിട്ട് പോകണ്ടല്ലേ? അപ്പൊ ആ കാര്യം നോക്കിയാ പോരെ? പോയി വിട്ടോ. നിക്ക് എന്താ സഖാവേ? നിങ്ങളോടല്ല, അവിടെ പറഞ്ഞതാണ്. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ച്. ലിഫ്റ്റ്. എന്റെ പൊന്നു സഖാവേ, ഇപ്പൊ പിന്നെ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധം ഇല്ല. എന്റെ ലൈസൻസ് പോകും.
സഖാവ് നടന്നങ്ങ് പോയച്ചാ മതി. അവന്റെ ഒരു അഹങ്കാരം പിന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെ കൊണ്ടുവിടില്ല. വിലാസിനി വാ കേറ്. പ്രഭേട്ടനോ? ഈ വെയിൽ കൊണ്ട് കറുത്തു പോയല്ലോ. ഏട്ടനും വെയിലോളൊന്ന് കുറയ്ക്കണം. എടാ പ്രഭാകരാ, എന്നാ ജംഗ്ഷനിലൊന്ന് ഇറക്കിയാ മതി. ജംഗ്ഷനിലല്ല, നീ പറയുന്ന എവിടെ വേണമെങ്കിലും ഞാൻ ഇറക്കാം. ആഹാ, എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല? ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം. പോയാ തണ്ടി. ഇതിനകത്ത് നല്ല ചൂടല്ലയോ? നല്ല ചൂടാ. കേസേക്കാൻ പറയാം. ആരോട് പറയാൻ? ഞാൻ വണ്ടി എടുക്കാം. ചേട്ടാ ഒന്ന് മാറി. ചേട്ടാ ഒന്ന് മാറിക്കേ. ആ ഇവളാള് കൊള്ളാലോ. ഇതെങ്ങോട്ടാണ് വണ്ടി കയറ്റി കൊണ്ടുവരുന്നത്? ഇവിടുത്തെ സ്റ്റാഫാണ്. സ്റ്റാഫാണെന്ന് വിചാരിച്ചു എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന്. സോറി പറയടി. വണ്ടി ഇത് കൈയെടുക്കടാ. എനിക്ക് തിരക്കുണ്ട്. വണ്ടി ഇത് കൈയെടുക്കടാ. അവൻ കൈ എടുക്കുന്നില്ല. ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കീഴോട്ടാണ് വണ്ടി ഉണ്ടാക്കുന്നത്. എന്താടി നോക്കി പിടിപ്പിക്കുന്ന? മാറാ. സാറേ, കേതുക സാർ നല്ല ചൂടിലാണല്ലോ. പ്രശ്നമാവോ? ഞാൻ ഇടപെടേണ്ടി വരും. തണുപ്പിച്ചിട്ട് വരാം. സാറൊന്ന് തണുപ്പിച്ചിട്ടോ. ശരി. അയ്യോ ചേട്ടാ നോക്കി നടന്നോടാ. ചത്തേനല്ലേ ഇപ്പൊ നീ. അല്ല, ഈ വണ്ടി പാർക്ക് ചെയ്യേണ്ടടുത്ത് വണ്ടിയല്ലേ പാർക്ക് ചെയ്യണ്ടേ? അല്ലാണ്ട് വേറെ വല്ലതും പാർക്ക് ചെയ്യാൻ പറ്റോ? അല്ലേ? ശരിയല്ലേ? അല്ലേ ഗൗതം സാറേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്റെ കാര്യത്തിനോട് താൻ ഇടപെടുന്നേ. മാറാ അങ്ങോട്ട്. സമാധാനല്ലേ? താൻ ഇനി എന്ത് കാണാൻ നിക്കോ? ഒന്ന് മാറാ അങ്ങോട്ട്. ഞാൻ മാറിത്തരാം. ഗൗതം സാറ് പൊക്കോ, ലേറ്റ് ആവണ്ട. നല്ല ചൂടല്ലേ, അതിന്റെ ടെൻഷൻ. എന്തായി? തണുപ്പിച്ചാ? അല്ല, നിങ്ങളെങ്ങും പോണ്ട. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഒരു പണിക്കും പോവാതെ. അനങ്ങനെ കൊന്നാളെ ഇവിടെ പോയി. എന്താ ഡ്യൂട്ടിക്ക് ഞാൻ കേറുവന്നേ. സാറ് വരണേ. ഞാൻ വരാം. ആരടത് തുണി മോർന്നെടുത്ത്? സോറി സോറി. കോര സാറായിരുന്നു. എന്റെ അമ്മ. അല്ല വേണ്ട, ഡോർ അടച്ചേക്കാം. ഇഞ്ഞാരും കാണണ്ട. എന്ത് വിചാരിക്കാൻ തോന്നും. പെട്ടെന്ന് കഴിക്കാം, നമുക്ക് പോവാം. കോര സാറേ, ഒരു ചായ കുടിച്ചിട്ട് പോകും. ചായ ഉണ്ട്. ചായ കുടിക്കാനുള്ള മൂട് പോയി. ഇന്നാ നീ കുടിച്ചോ. എന്റെ മൂട് എന്തിനി? ഹരിപ്പാടേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഹരിപ്പാടേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. നോക്കി നോക്കി. അതെ, കോര സാറിന് എന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഓ പിന്നെ സാർ എല്ലാരോടും അങ്ങനെ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ പാട്ടാവും. എനിക്കിത് നേരത്താണോ ഡോറ് തുറക്കാൻ തോന്നിയതാ. സാറേ, അതെ സാറേ, ഈ വണ്ടി ഇപ്പൊ എടുക്കോ? വണ്ടി എടുക്കണം. എടുക്കൂലേ ഇപ്പൊ? എന്നാ ഞാൻ കേറിക്കോട്ടെ. സാറും കൂടി ഉണ്ടാവൂലേ? ഉണ്ടാവും. കേറാലോ? ധൈര്യമായിട്ട് കേറിക്കോ. പറഞ്ഞില്ലേ? എന്നാ ഞാൻ കേറുവാണേ. ശരി. ഈ പോക്കാണെ ടിക്കറ്റ് കുറെ കയറും. ഞാൻ വിഷമിക്കാതെ ചെല്ലു, ഡ്യൂട്ടി കയറ്. ശരി സാറേ. എന്ത് പറ്റി സാറേ? ഇത്ര പെട്ടെന്ന് വരുന്ന ഞാൻ കരുതിയില്ല. എന്ത്? നിങ്ങൾ 3 പേരുണ്ട്. നാളെ മുതൽ ഡ്യൂട്ടി ഇല്ല. മനസ്സിലായില്ല. എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടുക. കോടതി ഉത്തരവിട്ടാൽ പിന്നെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗൗതം സാറിന്റെ കൂടെ ഇന്നും ഡ്യൂട്ടി. കളക്ടറാണോ ചേട്ടാ? കേറങ്ങ് എടുക്കാറല്ലയോ? ചിലപ്പോ സാറേ വണ്ടി എടുത്തോ. പിള്ളേരുടെ ഒരു കാര്യം പഠിക്കേണ്ട സമയത്ത്
കളിക്ക്. എടി റിമോട്ട് എവിടെ? റിമോട്ട് എവിടെന്ന്? തുള്ളടി തുള്ളടി. നിനക്കിപ്പോ കളിക്കണ്ടേ? ഞാൻ എന്തിനാടി കിടന്ന് കഷ്ടപ്പെടുന്നേ? നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ കിടന്ന് തുള്ളാൻ മാത്രം എന്തോ അടിയുണ്ടായേ? പറയടി. എന്താടി? എന്താ ഇവിടെ പ്രശ്നം? നീ എന്താ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഇവിടെ എന്താ പ്രശ്നം നമ്മ കാണുന്നില്ലേ? ഞാൻ ഈ ദിവസം കിടന്ന് കഷ്ടപ്പെടുന്ന ഇവളുമാരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഈ വീട് നോക്കാൻ വേണ്ടിട്ടല്ലേ? അമ്മയ്ക്ക് അതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ? രാവിലെ മുതൽ ഇവളുമാർ എന്താ ചെയ്യുന്നതെന്ന്? നിനക്ക് ഇവിടെ വേറെ എന്തോ ജോലി? എന്താ മോളെ ഇത്? നമ്മുടെ വിഷമങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നവരോട് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഈ താൽക്കാലിക ജോലി പോയ പോട്ടെ മോളെ. എൻ്റെ മോളെ എത്ര PSC എക്സാം എഴുതിയിട്ടിരിക്കുക, മോക്ക് കിട്ടും. കേട്ടിട്ടില്ലേ? ഒരു കുഴി, പടുകുഴി, പിന്നെയും കുഴി, പിന്നെ ഒരു ഊഞ്ഞാൽ. അതാ മോളെ ജീവിതം. നല്ല നിലയിൽ ജോലി ചെയ്ത നിങ്ങൾക്കൊക്കെ യാത്രാമംഗളങ്ങൾ നേരുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള കാര്യമാണ്. കവി പറഞ്ഞതുപോലെ വിധിയെ തടയാൻ ആർക്കും ആവില്ലല്ലോ, പ്രത്യേകിച്ച് കോടതി വിധിയെ. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ശോഭനമായ യാത്രാമംഗളങ്ങൾ നേരുകയാണ്. ഇന്ന് പിരിഞ്ഞു പോകുന്നവർ സന്തോഷ്, ഗൗതമി, വിനീത, അപ്പോ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പിരിയാം. അതെ ചായ അടിയില്ലേ? പിന്നെ ചായ മാത്രമല്ല വടയും ഉണ്ടായിരിക്കുന്നു. ഗൗതമി സാറേ ചായ കുടിച്ചിട്ട് പോവാ. ഞാൻ എന്താ വരുന്നേ? ഗൗതം സാർ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. കറിയാച്ചോ, ഇവിടെ പള്ളിയൊക്കെ ഒന്നും ഒരു കുറവില്ലല്ലോടാ. പെങ്ങള് ഹാപ്പി അല്ലേ? അത് മതി. എനിക്കതായിരുന്നു ഒരു പേടി, പള്ളിയിൽ പോകാൻ പറ്റുമോന്നുള്ളത്. അതെ, നമ്മുടെ പറമ്പിലെ റബ്ബർ ഉള്ളി പറക്കി വിറ്റാ 30 പക്ക സർക്കാർ കൊടുക്കുന്നതിനേക്കാളും കിട്ടും ഇവന്. പിന്നെ എന്നാത്തിനാ ഈ തൊലിഞ്ഞ പണിക്ക് പോകുന്നത്? തൊലിഞ്ഞ ജോലിയോ? ഈയിടെ ഇത് സർക്കാർ ജോലിയാ. ജീവിതകാലം മൊത്തവേ അവൻ സേഫാ. പിന്നെ അല്ല, തന്തമാരുണ്ടാക്കിയ തപ്പി നടക്കാതെ നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവൻ തന്നെ യഥാർത്ഥയാണ്. അതിപ്പോ കിട്ടുന്ന ആക്കിയതാണല്ലോ. നിനക്ക് തോന്നിയോ? സഖാവ് ഈ കുണ്ടാണ്ട് ഇങ്ങനെ തേമ്പട്ട കാര്യം മനഃപൂർവ്വമല്ലല്ലോ. പിന്നെ
ചുമ്മാ സഖാവിന് പെണ്ണ് കിട്ടാത്ത ലോക്കൽ കമ്മിറ്റി എന്നാ പറഞ്ഞാലും ലോക്കൽ കമ്മിറ്റി ഞാൻ പറയുന്ന അനുസരിച്ചില്ല മഹാദേഷ്യം വരും കേട്ടോ. സഖാവ് ചവിട്ട് പഠിക്കേ ഒറ്റ ചവിട്ടാൻ തന്നാലുണ്ടല്ലോ നിങ്ങൾ പറയുന്നേ. ആശാനെ ചവിട്ടു. ആലപ്പുഴ ബസ് സ്റ്റാൻഡ് കപ്പലിന്റെ വീട്ടാണെന്ന് ഓർമ്മയുണ്ട? തന്നെ പിടിച്ച് ഞാൻ എന്റെ പിയ്യാക്കിയാ. എടോ എനിക്ക് ചെറുപ്പത്തിൽ ചവിട്ടാൻ അറിയായിരുന്നു, മനസ്സിലായ? എനിക്ക് വെയിലിന്റെ അസുഖമുള്ള തലവേദന വരും, അതുകൊണ്ടാണ്. തന്റെ സഹായം എനിക്ക് ഇനി വേണ്ട. എനിക്ക് ഒറ്റക്ക് ഞാൻ കാണിച്ചാലോ. സഖാവ് പറക്ക പറ്റിയിട്ടില്ല. ചവിട്ടരുതെന്ന് സഖാവെ വീഴും പറയുന്നതൊക്കെ. നെഞ്ചത്തോട്ടാണല്ലോ ദൈവമേ. ഓ പറഞ്ഞാൽ അറിയാത്ത സഖാവ് കൊള്ളുമ്പോഴറിയാന്നോടിയല്ലേ. സഖാവെ നമ്മുടെ ഇടതുവശമാ. ഞാൻ പാടത്ത് കാണും. പറ്റിയോ സഖാവേ? വലത് പറ്റിയോ സഖാവേ? ഇതെന്ത് ചാച്ചാച്ചിയുടെ കൂടെ പോവാ? അയ്യോ നമ്മളേത് വാട്ടിലാണ്? ഒന്നും പറ്റില്ല. നമ്മളെ പരിചയമില്ലാത്ത കക്ഷികളാണെന്ന് തോന്നുന്നല്ലേ സഖാവേ? അതെ, അത് ശരിയാണ്. നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള ആൾക്കാർ നമുക്കൊന്ന് ചോദിച്ചാലോ? ഇതാണോ ടകരേച്ച നമ്മുടെ വീട്? നമ്മുടെ വീടല്ല, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന വീട്. എത്തിയല്ലോ. ഇതെന്താ നിങ്ങൾ പഴയ ഫർണിച്ചർ കയറ്റി വന്നേ? പുതിയ ഉണ്ടായിരുന്നല്ലോ. പിന്നെ വാടക വീട്ടിലേക്കല്ലേ, ഇതൊക്കെ മതി. യൂണിയൻകാരാണ് അല്ലേ? മനസ്സിലായില്ല, ആരാ? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ? കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ സെക്രട്ടറി, കൈനഗിരി ബ്രാഞ്ച് സെക്രട്ടറി. പോരാ മതി, നിങ്ങളുടെ ജില്ലയൊക്കെ വലുതാ ഞങ്ങളുടെ ബ്രാഞ്ച്. സമ്മതിക്കല്ല. എന്താ പ്രശ്നം? ഇവനെ ഇറക്കാൻ വന്നതാ. അതിവിടെ നടക്കത്തില്ല. ജില്ലാ സെക്രട്ടറിയാ. ഫോൺ പിടിയാടാ. ജില്ലാ സെക്രട്ടറി ഇങ്ങോട്ട് ഇറങ്ങി. എന്നെ മുതലെടുക്കാൻ യൂണിയൻകാരുടെ ആവശ്യമില്ലല്ലോ. ഞാൻ എടുത്തോളാം. ഇതെന്നാ കാണിക്കുന്നത്? കാണാമല്ലേ, വന്ന് പിടിക്കാം. അല്ല നമ്മുടെ ജില്ലാ സെക്രട്ടറി ഞാനോ? നമ്മുടെ ആൾക്കാർ അത് മേടിച്ചു വെച്ചു. എടാ എന്തോ അതിന്റെ പേര്? ഭീമൻ. ഭീമനോ? ഞാൻ വിളിക്കത്തില്ല. ഭീമൻ തന്നെ നാണക്കേടാവും. എന്നാ ബാക്കിയുള്ളോടി തള്ളന്നെ ഇറക്കട്ടെ. ഇവിടുന്ന് കിട്ടുന്നത് നക്കാപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട അല്ലേ? നീ എന്നാണ് വിളിച്ചേ? എന്നാണ് വിളിച്ചേ? നീ എന്താണ് എന്നെ വിളിച്ചേ? നീ എന്തുവാണ് വിളിച്ചേ? അതെ, മണിയടിച്ചത് നന്നായി. വിട്ടോ സഖാ, വിട്ടോ. തേക്കന്തടത്തിൽ മാത്തൻ ഭാര്യ റാഹേൽ. കോട്ടയം DC വിളിച്ച് ചോദിച്ചാ മതി. ഒരു പേന ഉണ്ടാവും, എഴുതരാം. എഴുത്തച്ഛന്റെ പേരക്കുട്ടിയാ. പേര് ഭീമൻ എന്ന് പറഞ്ഞപ്പോഴേ സംഗതി കുളമായി. എത്ര കാലം കൊണ്ട് ഞാൻ സഖാവിനോട് പറയുന്നു ഈ പേരൊന്ന് മാറ്റാൻ. ഒരു മിനിറ്റ്, നിങ്ങളെ അറിയ ഞാനല്ലേ ആദ്യം കയറി. അവര് കയറട്ടെ. അവര് കയറട്ടെ. ഒതുക്കിരി അവിടെ നിന്നോ. ഓടി വന്നാ മതി. പേര് മാറ്റണോ അല്ലേ? മാറ്റി തരാട്ടാ. അച്ഛോ, ഇവിടെ ഞായറാഴ്ച 3 കുർബാന ഉണ്ടായിരിക്കും അല്ലേ? ഇത് ചെറിയൊരു ഇടവകയാണ്. ഇവിടെ 2 കുർബാനേ ഉള്ളൂ. നിങ്ങൾ എവിടുന്നാ? ഞാന് പറഞ്ഞാനം അൽഫോൻസാമയുടെ പള്ളി ഇടവക. ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ KSRTC ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്തായിട്ടാണ്? കണ്ടക്ടർ. വേറെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ശരി അച്ഛ, കാണാം. അച്ഛൻ കുഴപ്പമില്ലല്ലേ? ഒരു പാവ അച്ഛൻ. റാഹലും സുന്ദരിയായിട്ടുണ്ടല്ലോ. അടിച്ചോണ്ട് ഞാൻ എന്ന് സുന്ദരിയാ, നീ എന്നെ ശ്രദ്ധിക്കാത്തോണ്ടാ കേട്ടോ. പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്നാലും നമ്മുടെ പള്ളിയുടെ അത്രയും പോരാ. എന്നാ പിന്നെ പാലയില് 2 ഏക്കർ വെച്ചിട്ടെ പള്ളിക്കറി കൊടുത്താലോ? വേണ്ടേ? വേണ്ട. ഇവിടെയാണോ ഇറങ്ങണ്ടേ? ഇവിടെ അല്ലേ? ഇതാര്? ഗൗതമ സാറാ? എന്റെ പൊന്നു, ഇത് ആരെന്ന് നോക്കിയേ. എന്റെ ചെലപ്പ സാറേ, ഗൗതമ സാറ്.
ഗൗതമി സാറാ കേറാൻ പറ. എന്റെ പൊന്നു ഗൗതമി സാറേ കേറങ്ങോട്ട്. സാറേ കേറ് സാറേ. വാ ഗൗതമി സാറേ കേറങ്ങോട്ട്. എന്റെ സാറേ കേറ്. മഴ ചാറുന്നു. ഇങ്ങോട്ട് വന്നേ. വല്ല പനിയും പിടിച്ചു കിടക്കട്ടോ. എന്താ ഗൗതമി സാർ കേറുന്നു? ഇല്ലെന്നേ. വാ കേറ്. എന്റെ ഗൗതമി സാറേ. ചിലപ്പോ സാറേ ഗൗതമി സാറേ കേറുന്നില്ല. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കൊടുത്തേ. ഗൗതമി സാറിന് സീറ്റ് കൊടു. സീറ്റില്ല, ഞാൻ എന്റെ സീറ്റ് കൊടുക്കും. പിന്നല്ല അല്ല പിന്നെ മഴ പെയ്യുന്നു. ഒന്നിൽ കേറ് അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്. എനിക്ക് വണ്ടി വായിരിക്കണമെന്ന് പറയിപ്പിക്കില്ല കേട്ടാ. കേറങ്ങോട്ട്. സാറെ വണ്ടി എടുക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്. ഞാൻ എടുത്തോളാം. ഈ വണ്ടി എടുക്കാൻ സമയമായി. എന്നെ എടുക്കാറാവുമ്പോഴേ ഞാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. റൈറ്റ് റൈറ്റ്. ഇപ്പൊ എന്തോ പരിപാടി? ഇനി എപ്പ എത്താനാ? ഇനി ഞാൻ എത്തിച്ച പോലെ. എനിക്ക് തൂക്കം ശരിയായില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരികയില്ല. പയറെടുത്തേ കേട്ടാ 1 കിലോ. 1 കിലോ എടുത്തല്ലേ? ഞാൻ കിഴങ്ങ് വെക്കാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ. കിഴങ്ങോ എവിടെ? ആയിരിക്കുന്ന എന്തോ പിന്നെ. അയ്യോ ഉടനെ എടുത്ത് മാറ്റില്ലേ? ഇതാ ഇതിന്റെ കുഴപ്പം. ഞാൻ എന്ത് തൂക്കാൻ തുടങ്ങിയാലും ഈ ഉരുളക്കിഴങ്ങ് ചാടി അത് ആ കിഴങ്ങ് തനി ഉരുണ്ട് കയറി കാണുമല്ലേ? അതെ 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 ഉരുളക്കിഴങ്ങ് കൂടുതലുള്ള ഉരുളല്ലേ? ഇയാള് തരുന്ന മൊത്തം കള്ളത്തൂക്കുക. എന്റെ പൊന്നാശാനെ ഈ കുഞ്ഞു വെറുതെ പറയുന്നതാ. എടോ താൻ കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നോ? എവിടുന്ന്? എന്താ മോളെ പ്രശ്നം? ഇയാൾ എന്തെടുത്താലും കൊണ്ടോ കിഴങ്ങിൽ കാണുമോ? എടോ കൈ കയറി പിടിക്കും. പിന്നെ അതെ താൻ എന്തിനാ പാവങ്ങളെ പറ്റി ജീവിക്കുന്നത്? പാവങ്ങളെ പറ്റി ഏതായാലും പോലീസ് വരട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാം. എനിക്ക് നാണമില്ലടോ. കുറെ സമ്പാദിച്ചില്ലേ, ഇനി നിർത്തിക്കൂടെ? ദൈവത്തെ ഓർത്ത് എന്നെ പിടിപ്പിക്കരുത്. എന്റെ മക്കളുള്ളത്തോളം കാലം ഞാൻ ഇത് ചെയ്യല. എന്നോട് ക്ഷമിക്കണം. പറ്റിയത് പറ്റി, ഇനി ഇത് ആവർത്തിക്കരുതാ. ഒരു കാര്യം ചെയ്യും, 1 കിലോ കിഴങ്ങെടുക്ക്. അയ്യോ അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഇയാളെ പോലീസ് ലഭിക്കണം. എന്റെ പൊന്നുമോളെ ക്ഷമ പറഞ്ഞോണ്ട് വീരസ്യം പാടില്ല. അതെ സ്നേഹമാണ് അഗ്രസാരം കൂടി എന്നല്ലേ. ഈ കിഴങ്ങിന്റെ കിഴങ്ങൊന്നും വേണ്ട. ആന്റി കൊണ്ട് വന്ന് വേറെ കട പറഞ്ഞു തരാം ഞാൻ. എനിക്ക് മോളെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെമ്പിള്ളേരാൽ ഇങ്ങനെ വേണം, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. ആ ചെല്ല് കിഴങ്ങ് കിട്ടും. മോനെ കോരേ ഇനി വന്നേടാ. എന്നാ മച്ചി? അതെ ഒരു സൂത്രം തരാം, ഇങ്ങ് വാ. ഉണ്ണിയപ്പാ? അല്ലടാ കിഴങ്ങാ. കിഴങ്ങാ? അതല്ലടാ ഇത് കിഴങ്ങാന്ന്. അത് കൊള്ളാലോ. മോനെ അവിടെ ഇരുന്നേ, ഇതൊന്ന് ചേരണ്ടിക്ക് പണി അറിയാം. ഇതൊക്കെ ഞാനാണ് ചെയ്യണ്ടേ? ആണുങ്ങളായല്ലേ കുറച്ച് പാചകമൊക്കെ അറിഞ്ഞിരിക്കണം. വരുന്ന പെങ്കൊച്ചെ തോപ്പിക്കാൻ ശ്രമിച്ചാലും തോക്കാൻ പാടില്ല. അതിന് ഞാൻ തോക്കേലല്ലോ. എന്റെ കൂടെ റാഹേലും ഞാൻ എത്ര കാലം കാണുവാടാ മോന്റെ കൂടെ? ജീവിതകാലം മൊത്തം. അപ്പൊ എനിക്ക് അങ്ങേറെ അടുത്ത് പോണ്ടേ? എന്റെ അപ്പൻ എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ. ഇവിടെ നാട്ടുകാർക്കോ സമാധാനമില്ല. നീ എന്താ കുത്തി പറയുന്നുണ്ടല്ലോ? ഞാൻ ഏത് നാട്ടുകാർക്കാണ് സമാധാനം കൊടുക്കാത്ത? എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പിത്തരം തുടങ്ങിയെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ടേ. ഓഹോ, അത് നിന്റെ ചെവിയിലെത്തിയോ? ദേ സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയിപ്പിക്കുന്നത്. എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ. എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളത് കേട്ടല്ലോ. നീ ആരാടാ എന്റെ നിരക്കൈ ചൂടാ? എന്നെ പരിപ്പിക്കോടാ, പരിപ്പിക്കോടാ. അമ്മച്ചി ആര് കുങ്ങിക്ക് കയറി പിടിച്ചെന്നറിയോ? ഏതോ ഒരു കിഴങ്ങന്റെ. എന്നാലേ ആ കിഴങ്ങനുണ്ടല്ലോ ഈ വീടിന്റെ ഉടയോ ചാക്കോച്ചന്റെ ബന്ധുവാ. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മള് വാടക കൊടുത്തിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്? പിന്നെ കൊടുക്കാതെ. അല്ലാതെ മരിച്ചുപോയ എന്റെ അപ്പം മാത്തച്ചാന്റെ പറമ്പിലല്ല നമ്മുടെ ഈ കൂര വെച്ചേക്കുന്നത് കേട്ടല്ലോ. ഇങ്ങനെ നടക്കുക. എടാ നീ ഇതികേട് കണ്ടാലേ ഈ റാഹേല് പ്രതികരിക്കും. അല്ലാത്തവർക്കേ ഒരു പേരുണ്ട്, അത് നിന്നോട് ഞാൻ പറയുന്നില്ല. തൽക്കാലം കത്തി മാറ്റി വെച്ചേ. എന്റെ അമ്മേ എഴുതിട്ട് നീ എവിടെ ഇരുന്ന് അവിടെ പോയി ഇരിക്കും കേട്ടോ. പിന്നെ വന്നു കയറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോ നീ പഠിച്ചോളൂ. എല്ലാരുമേ ഈ റാഹേലിനെ പോലെ പാവമായിരിക്കല്ലോ. പഞ്ചപാവം തമാശക്കാരി. പാവം പാവം പാവേ.